Salty air greeted us on our way to the beach. There was this thrill, this anticipation for the first look of the magnanimous Arabian Sea. It rushed through every fiber of our being. It energized us. Us? Who's us here? Yeah, that's us. All of us in this picture were born in the Mangalore Nursing Home. Even if we came from different cities, we still continue to spend our summers every summer together. From the bylanes of the town to the beach is a very interesting walk. And then finally you see the vast ocean. And at the center of this experience was a very loving man. He was Rajamaman, as we lovingly call him. Probably the same person who received us at the Mangalore Nursing Home right when we were born. In a town 15 kilometers from Mangalore called Hosabettu, Rajamaman made this town his home and Mangalore became our place because of his job in the Indian Meteorological Department. മുത്തച്ഛൻ മുണ്ടാജ വിട്ടിട്ട് ഇവിടേക്ക് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ഞങ്ങളൊരു ചെറിയ വീട് വെച്ചിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞു എല്ലാവരും ഒന്നിച്ച് താമസിക്കുക, എൻ്റെ വീട്ടിൽ താമസിക്കാമെന്ന്. അപ്പോൾ വാര് ശരി ഒന്നിച്ച് താമസിക്കാമെന്ന് പറഞ്ഞിട്ട് വാര് മുത്തച്ഛൻ്റെ കൂടെ നമ്മളെല്ലാവരും മുത്തച്ഛൻ്റെ കൂടെ തന്നെ താമസിച്ചു. And this house is where all the magic happened. Every summer, year by year. ആദ്യം രാജമാനൊരു ആലോചിച്ചാൽ തന്നെ ആദ്യം മനസ്സിൽ വരുന്നത് പറഞ്ഞാൽ യെസ്, എല്ലാത്തിനും യെസ്, ദർ ഇസ് നോ. ഒരു എന്തൊരു പ്രോബ്ലം ആവട്ടെ, എന്തൊരു സിറ്റുവേഷൻ ആവട്ടെ, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്. എനി പ്രോബ്ലംസിനെ അയൺ ഔട്ട് ചെയ്യാനുള്ള ഒരു ടാലൻറ്റ് ഓർ കോൺഫിഡൻസ് രണ്ടും. ചെറുപ്പം തൊട്ട് എല്ലാ വെക്കേഷൻസ് 2 മാസം ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുക എവറി ഇയർ. And Rajamama, നമ്മളുടെ കോർ മെമ്മറി is Rajamama bandite with ice cream, of course. With ice cream, with dinky ice cream, and we were small kids. Yeah. And we used to play cricket with that. Yeah. It used to be amazing. ഞാൻ എക്സാംസ് കഴിഞ്ഞപ്പോൾ തന്നെ മുത്തച്ഛൻ അല്ലെങ്കിൽ മമ്മിയും ഡാഡിയും എന്നെയും ചിന്നുവിനെയും കൊണ്ടുപോകും ട്രെയിനിലോ, മീൻസ് പ്രീ ബുക്ക്ഡ്. അന്ന് ഇത് മത്സ്യഗന്ധ ഇല്ല. അപ്പോൾ ബസ്സിലാണെങ്കിൽ ബസ് ബോട്ടിൽ കയറ്റിയിട്ട്, ബസ് ഒരു സ്ഥലം വരെ പോയിട്ട് അവിടുന്ന് ബോട്ടിൽ ബസ് പോവും, എന്നിട്ട് പിന്നെ ഹോസ്പിറ്റൽ എത്തും. എവറി ഓൾട്ടർനേറ്റീവ് ബീച്ച് പോകുമായിരുന്നു. മാംഗ്ലൂർ ബീച്ച്, പിന്നെ സൂറത്ത് കദർ, പനമ്പൂർ ബീച്ച്. ഞങ്ങൾക്ക് ആസ് ചിൽഡ്രൻ ഞങ്ങൾ കളിക്കും എന്നുള്ളത് ഓർമ്മയുള്ളൂ. എങ്ങനെ അവിടെ എത്തി, എങ്ങനെ വന്നു, രാജമാമനായിരുന്നു വിടുന്നതല്ല കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും. വി വർ സേഫ്. ഹൗ? മേ ബി ഹി ഈസ് സൂപ്പർവൈസിങ്. പിന്നൊന്നും നോക്കുന്നുണ്ട്, ഞങ്ങൾ കളിക്കല്ലേ ഉള്ളൂ. പിന്നെ തിരിച്ചു വന്നിട്ട് വലിയമ്മ വടിയും കൊണ്ട് നിൽക്കുന്നത്, പിന്നെ ദാറ്റ്സ് ഐ തിങ്ക് ബെസ്റ്റ് മെമ്മറി ഫോർ എവറിബഡി. മുമ്പെന്ന് വരാൻ പാടില്ല, ഓൺലി പിന്നെ കൂടി അതും കുളിച്ചിട്ടേ വീട്ടിലോട്ട് കയറാൻ പാടുള്ളൂ. വരുൺ വരുമായിരുന്നു. വരുൺ മമ്മാസ് ബോയ് ആയിരുന്നു. കരയും ഭാഗ്യണ്ടി പോയിട്ട് കുറേ നേരം. പിന്നെ കമ്പ്യൂട്ടറിൽ ഗെയിംസ് കളിച്ചാലേ ശരിയാവുള്ളൂ. പിന്നെ ഏട്ടൻ്റെ ഞങ്ങളെല്ലാവരും അസിസ്റ്റൻറ്റ്സ് ആയിരുന്നു. ഹോക്കസ് പോക്കസ് കളിക്കുമ്പോൾ ജമ്പും ഷൂട്ടിങ്ങിൻ്റെ ബട്ടൺസ് മാത്രമേ ഞങ്ങൾക്ക് അലൗഡ് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നാവിഗേഷനെല്ലാം ഏട്ടനാ ചെയ്യാം. അത് എല്ലാവരും ഇങ്ങനെ ഏട്ടനൊരു റോൾ മോഡൽ. അങ്ങനെ എനിക്ക് അച്ഛനെ പറ്റി ഓൾഡസ്റ്റ് മെമ്മറി ഏതാന്ന് പറഞ്ഞാൽ, ഞാൻ LKG UKG ആയിരിക്കും ആ സമയത്ത്. ഞാൻ എന്തോ സ്കൂളില് കുസൃതി കാണിച്ച് അച്ഛനെ പ്രിൻസിപ്പൽ വിളിച്ചിരുന്നു. അപ്പൊ ഞാനും അച്ഛനും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് റിക്ഷയില്, ബട്ടർമാമിന്റെ റിക്ഷയില്. അതാണ് എന്റെ അച്ഛനെ പറ്റിയുള്ള ഓൾഡസ്റ്റ് മെമ്മറി. അച്ഛനൊരു ഭയങ്കര ടെക്സാവി പേഴ്സൺ ആണ്. നമ്മളുടെ സമ്മർ ഹോളിഡേയ്സില് ആദ്യത്തെ VCR നമ്മളുടെ കോളനിയിൽ, നമ്മളുടെ വീട്ടിലായിരുന്നു. അതേമാതിരി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 8th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് നമ്മളുടെ കോളനിയിലത്തെ ഫസ്റ്റ് കമ്പ്യൂട്ടർ
നമ്മളുടെ വീട്ടിലായിരുന്നു. Thanks to Rajamaman, on the VCR we watched movies like Titanic, Kaho Na Pyar Hai, played games on the computer, there was food always at home, the vibe of celebration was ensured at all times. ക്യാരംസ് കളിക്കുന്നത് ഉച്ചത്തെ വെയിലിൽ സിറ്റ് ഔട്ട് അന്ന് ഓപ്പൺ ആയിരുന്നു ഫുൾ. അപ്പം സിറ്റ് ഔട്ടിൻ്റെ വെയിൽ ഇങ്ങനെ റിസീഡ് ആവുന്നത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, ഉച്ച തൊട്ട് വൈകുന്നേരം വരെ. പക്ഷെ ഞങ്ങൾ ക്യാരംസ് കണ്ടിന്യൂസ് കളിക്കുന്ന. He has been there each and every year when we have visited Mangalore for the summers. In buses like these, we have traveled to the beaches, and so much of our best memories from the childhood have him by the side, taking care of us, making the atmosphere so welcoming and endearing and full of celebration. So this is an effort to celebrate such people who have completely been a part of our childhood memories in the best ways possible. ഡിങ്കി ഐസ്ക്രീമും കൊണ്ട് രാജാവൻ വരുന്നത്, ആൻഡ് ദ വേ ഹി ഫീൽസ് ദ പാഷൻ ഫോർ ഡിങ്കി ഐസ്ക്രീം. ഞങ്ങൾ വലിയമ്മേനെ ഓഫീസിൽ നിന്ന് കൊണ്ടുവരാൻ പോകുമ്പോൾ ഞങ്ങളെല്ലാം ഐ തിങ്ക് ടേൺ ബൈ ടേൺ ഞങ്ങൾ പോകുമായിരുന്നു. അങ്ങനെ ഞാനും പോയിട്ടുണ്ട് കുറേശ്ശെ വലിയമ്മയെ പിക്ക് ചെയ്യാൻ. അപ്പോൾ വലിയമ്മയുടെ ഓഫീസിൻ്റെ അടുത്താണ് ഈ ഡിങ്കിൻ്റെ ഫാക്ടറി ഓർ മാനുഫാക്ചറിങ് യൂണിറ്റ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഡയറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് ഐസ്ക്രീം വാങ്ങുക എന്നുള്ള ആ ഒരു പ്രൈഡ് രാജാവിനുണ്ടായിരുന്നു. ആൻഡ് ഫീഡിങ് എവ്രിബഡി, എന്ത് സാധനം ആയിക്കോട്ടെ, ഫുഡ് ഈസ് ഈക്വൽ ടു രാജമാമൻ. കഴിക്കാനും ഇഷ്ടം, എല്ലാവരും ഫീഡ് ചെയ്യാനും ഇഷ്ടം, ആൻഡ് ടു ടോക്ക് അബൌട്ട് ഫുഡ്. സ്വീറ്റ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനൊരു ഫുഡിയാണ്. അച്ഛന് എല്ലാ ടൈപ്പ് ഓഫ് ഫുഡ് സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടമാണ്. അച്ഛൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നിറയെ പായസം കുടിക്കായിരുന്നു. അതായത് ആൾക്കാര് പറഞ്ഞ വിശ്വസിക്കില്ല, പക്ഷെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ലിറ്ററിന്റെ മുകളിലൊക്കെ പായസം കുടിക്കായിരുന്നു. അപ്പൊ നമ്മൾ ചോദിക്കായിരുന്നു, അച്ഛാ ഇത്രയും ഭക്ഷണം കഴിച്ചിട്ട് ഇത്ര പായസം എങ്ങനെ കുടിക്കാൻ പറ്റുമെന്ന്. അപ്പൊ അച്ഛൻ പറയായിരുന്നു, ഒരു ക്രൗഡഡ് പ്ലേസിൽ നിറയെ ആൾക്കാരുള്ളപ്പോ ഒരു രാജാവ് വരുമ്പോ ഓട്ടോമാറ്റിക്കായി ആൾക്കാരൊക്കെ സ്ഥലം തരില്ലേ, അതേമാതിരി പായസം വയറ്റിൽ പോകുമ്പോ വയറ്റിലുള്ള ഭക്ഷണമൊക്കെ പായസത്തിന് സ്ഥലം ഉണ്ടാക്കി തരുമെന്ന് പറയായിരുന്നു അച്ഛൻ. ഞാൻ 1997 രാജ്കുമാറിനെ പരിചയപ്പെടുന്നത്. IMDയുടെ പണമ്പൂർ ഓഫീസിലായിരുന്നു രാജ്കുമാർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഡ്യൂട്ടി മിക്കവാറും ഷിഫ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു. അത് രാത്രി 3 മുതൽ രാവിലെ 10 വരെ ആ രീതിയിലാണ് ജോലി പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഫ്രീ ടൈം എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്കുമാർ ഇലക്ട്രോണിക്സിൽ താല്പര്യം കാണിക്കുകയും, ഇലക്ട്രോണിക്സ് അന്ന് അധികം ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ റിപ്പയർസ്, TV റിപ്പയർസ് മെയിൻലി, മറ്റ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് റിപ്പയർസും ആ കാര്യത്തിൽ മാസ്റ്റർ നേടുകയും സ്വന്തമായിട്ട് ഒരു ഷോപ്പ്, സ്പെക്ട്ര വിഷൻ എന്ന പേരിൽ ഒരു ഷോപ്പ് നടത്തുകയും. അച്ഛന് ഈ ഗാഡ്ജറ്റ്സ്, ടെക്നോളജി കുറെ ഇഷ്ടമാണ്. ഇപ്പോഴും അച്ഛൻ അങ്ങനെ തന്നെയാണ്. ഇപ്പോ അച്ഛനൊരു പുതിയ മൊബൈൽ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ അതാ ഇൻഡസ്ട്രിയിലത്തെ ബെസ്റ്റ് ഫോണാണ്. പിന്നെ അച്ഛൻ വെറുതെ വാങ്ങുക മാത്രമല്ല, അതിനെ നന്നായി യൂട്ടിലൈസും ചെയ്യായിരുന്നു അച്ഛൻ. അച്ഛനതിന് നന്നായി ഫോട്ടോ എഡിറ്റ് ചെയ്യും, നന്നായി വീഡിയോ എഡിറ്റ്സ് ചെയ്യും. ഞങ്ങളുടെ ആദ്യകാലത്ത് കമ്പ്യൂട്ടർ സയൻസിന് അങ്ങനെയൊന്നും വളർച്ച ഉണ്ടായിരുന്നില്ല ഇന്ത്യയിൽ. ഇലക്ട്രോണിക്സിനായിരുന്നു ആദ്യകാലങ്ങളിൽ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നത്. രാജ്കുമാർ അതിൽ മാസ്റ്ററായ ശേഷം കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാസ്റ്റർ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി MSc കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ ശ്രമം നടത്തി. അപ്പോൾ രാജ്കുമാറിന് 55 വയസ്സ്, എനിക്ക് 45 വയസ്സ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടുന്ന് പഠിച്ചു. ബാംഗ്ലൂരിൽ പോയി അവിടുന്ന് പരീക്ഷ എഴുതി. ഞങ്ങൾ രണ്ടുപേരും ഡിസ്റ്റിങ്ഷനോടുകൂടി MSc പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ MC എടുക്കാമെന്ന് വിചാരിച്ചു, 1 ഇയർ കോഴ്സ്. അതും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അച്ഛൻ ഒരു ഭയങ്കര ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്. ഒരു അൺഡിറ്റേർഡ്, ഓൾവേസ് സ്റ്റാൻഡിങ് ടു ഹിസ് ഗ്രൗണ്ട് എന്ന് പറയുന്ന മാതിരി ഒരു പേഴ്സണാലിറ്റിയാണ്. അറ്റ് ദ സെയിം ടൈം ഹി വാസ് ഓൾവേസ് എ റിയൽ ജെന്റിൽമാൻ.
എന്റെ കോളനിയിലാവട്ടെ, അച്ഛന്റെ ഓഫീസിലാവട്ടെ, നമ്മളുടെ ഫാമിലി ഫ്രണ്ട്സിന്റെ നടുവിലൊക്കെ അച്ഛൻ ഭയങ്കര ഒരു റെസ്പെക്റ്റഡ് പേഴ്സണാലിറ്റിയാണ്. കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്, മാനേജ്മെൻറ്റ് എബിലിറ്റി. ഒരു ഓഫീസ് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ആളുകളെ കൂടെ കൊണ്ടുപോകണം, സബ് സ്റ്റാഫിനൊക്കെ എങ്ങനെ കൂടെ നിർത്തണം, എങ്ങനെയാണ് ഔട്ട്പുട്ട് ഒപ്റ്റിമൈസ് ചെയ്യുക, ഇത്തരം ചില കാര്യങ്ങളിലും ഒരു വൈദഗ്ധ്യം രാജ്കുമാറിനുണ്ട്. രണ്ടാമത് വേറെ രാജ്കുമാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ്. ഇന്ത്യയിലാകമാനം എല്ലായിടത്തും രാജ്കുമാറിന് ഫ്രണ്ട്സ് ഉണ്ട്. ആ ഫ്രണ്ട്ഷിപ്പ് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. He is so full of energy. Sometimes jokingly and sometimes not jokingly, I call him an extremist. My friends say that I'm a mirror image of him, and I'm proud of it. We share so many good memories. School days, he was my homework partner. Science exhibitions, essays, he would do it all. And he did such a good job. He was very good at it. I just took all the credit. My scores will definitely validate that. അച്ഛന്റെ ഓൾവേസ് ഹിസ് ഫസ്റ്റ് പ്രയോറിറ്റി വാസ് ഫാമിലി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛന്റെ അമ്മ മരിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ഉള്ളത് എന്റെ അമ്മമ്മയായിരുന്നു. അപ്പോ അമ്മമ്മയ്ക്ക് ഒരു ഗോഡസ് ലെവലാണ് വീട്ടില്. ആൻഡ് അമ്മമ്മ എന്ത് പറഞ്ഞാലും അച്ഛൻ അത് ചെയ്തിരിക്കുകയായിരുന്നു. ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും അമ്മമ്മയ്ക്കായിരുന്നു. എല്ലാം ചെയ്തു തരും. എനിക്ക് വേണ്ടത് രണ്ടാളും എനിക്ക് എന്താ വേണ്ടത് ഒക്കെ ചെയ്തു തരും. വരുണിൻ്റെ കല്യാണത്തിന് എനിക്ക് രാജൻ വീൽ ചെയർ വാങ്ങി തന്നു. കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വീൽ ചെയറിലിങ്ങനെ കൊണ്ടുവരും എന്നെ. ഞാൻ എല്ലാ സ്ഥലത്തും അമ്പലത്തിലൊക്കെ കൊണ്ടുപോകും. രാജനുള്ളത് എനിക്ക് ധൈര്യമാണ്. മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കുമായിരുന്നു. മുത്തശ്ശന് നല്ല ധൈര്യമായിരുന്നു. പറയുമായിരുന്നു ലാസ്റ്റ് സുഖമില്ലാത്ത സമയത്ത് അവനായതുകൊണ്ട് എന്നെ നോക്കി. When I think deeply about Acha, I feel like he has two different phases. He's had two different phases. The Acha that I know now is very different from the Acha I knew growing up. Back then he was more serious, more strict, or angry young man types. And he always carried a weight of authority. I'm Acha. But things changed a lot during my college times. He was a lot more softer, more loving, even funny at times. Friends in the kudiyokka porthu povumbom, he would slip in some extra cash and tell me, "Poi enjoy cheyidittu va." I don't know, it felt like a new connection, a different kind of connection, more like a friend. But all these years, his core personality has always stayed the same. എവിടേക്ക് പോകുമ്പോഴും എനിക്ക് വാരുണ്ടെങ്കിൽ ധൈര്യമാണ്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞാൻ കൂടെ ഞാൻ പിന്നിൽ അങ്ങ് നടക്കുന്നേ ഉള്ളൂ. ഞാൻ മുമ്പിൽ പോകുന്നത് വളരെ കുറവ്. വരെ പിന്നിൽ കൂടി എങ്ങനെ നടക്കും. ഇത് രാജാവിൻ്റെ സ്വഭാവം അതാ. എന്തെങ്കിലും വേണമെന്ന് തോന്നിയോ പിന്നെ അത് ചെയ്ത് തന്നെ ശരണു. എന്തായാലും ഒരു ചെറിയ കാര്യമായാലും അത് തോട്ടം ആക്കണമെന്ന് പറഞ്ഞാൽ തോട്ടം ചെയ്ത് കഴിഞ്ഞു. അവിടെ പറയുമ്പോഴേക്കും എന്തെങ്കിലും പറയുമ്പോഴേക്കും അതിനെ വിളിച്ച് ആൾക്കാരെ വിളിച്ച് അത് നോക്കിക്കഴിഞ്ഞു. അപ്പോഴേക്കും അച്ഛന് കുട്ടികളെ കുറെ ഇഷ്ടമാണ്. അച്ഛൻ എന്റെ മോളുടെ ഒന്നിച്ചും ഒരു കുഞ്ഞു കുട്ടിയെ മാതിരിയാ കളിക്കുക. സ്വര ഇവിടെ വാ. ശരി, മുത്തശ്ശനെ പറ്റി എന്തെങ്കിലും പറയൂ. Mutasha, you're my favorite Mutasha. മുത്തശ്ശൻ സ്വരെ സ്കൂട്ടറിലൊക്കെ കൊണ്ടുവരില്ലേ? മുത്തശ്ശൻ എന്നെ സ്കൂട്ടറിൽ കൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മുത്തശ്ശന്റെ കൂടെ ബീച്ചിൽ പോകാൻ ഇഷ്ടം. പിന്നെ എനിക്ക് മുത്തശ്ശന്റെ കൂടെ ഗെയിംസ് കളിക്കാൻ ഇഷ്ടം. ഐ ലവ് യു മുത്തശ്ശ. He always says, നമ്മൾ വയസ്സാവുന്ന പോലെ കുട്ടികളെ പോലെയാണ്. And he definitely lives up to it. His stubbornness, his love for gadgets, his love for music, his love towards his grandkids, his
passion for gardening. These are things that people know about him. He cannot hide any of it. What I love the most about him is his creative side. He has an intellectual side, and whenever I do anything, I always like to ask his feedback, his opinion about it. And what he says, it matters to me. Like I said, he is an emotion. He has been the biggest guiding force my entire life. And he is the backbone of our family. I love you, Acha. A wise person once said, "Rich are those who share their money with you. Richer are those who share their fame with you. Richer still are those who share power with you. But richest are those who share themselves with you." This is what I feel after getting to know Rajamaman closely. He doesn't analyze relationships. He flows through it. He is the richest man I know.